ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഓഫീസിൽ ഒരു അത്യാവശ്യം വന്നു. പിന്നെ അതൊന്ന് സോൾവ് ചെയ്തിട്ട് ഇറങ്ങിയത്. ഗൗതം ലാബിൽ വിളിച്ച് അന്വേഷിച്ചായിരുന്നോ? അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല, സാധനം അവിടെ. എന്തായാലും ശിവാനി കഴിച്ച പോയിസന്റെ അംശം കുറച്ചെങ്കിലും ഇതിൽ കാണാതിരിക്കില്ലല്ലോ. അതൊന്ന് ടെസ്റ്റ് ചെയ്താ പോയിസൺ ആണെങ്കിലും അല്ലെങ്കിലും കഴിച്ചത് എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ. അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അല്ല, പെട്ടെന്ന് നിനക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നാൻ എന്താ കാരണം? ഞാനിന്ന് ആശുപത്രിയിൽ പോയി ശിവാനിയെ കണ്ടപ്പോ അവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. ശിവാനി അമിത ക്ഷീണം അഭിനയിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഗൗതം. അഥവാ അവള് ചിക്കൻ കഴിച്ചെങ്കിൽ തന്നെ എന്നോട് കഴിച്ചു എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? മാത്രമല്ല, നിഖിലിനെ കണ്ടപ്പോ അവൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ ഉറപ്പിച്ചു പറയാ, ശിവാനി ജന്മം നന്നാവാൻ പോണില്ല. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ചേച്ചി കാണിക്കുന്നത് വലിയൊരു അബദ്ധമാണ്. എന്തായാലും ആലോചിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ. അത് മാത്രമല്ല ഗൗതം, ശിവാനി വിഷം കഴിച്ചു എന്ന് പറഞ്ഞ ദിവസം നമ്മൾ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തുടങ്ങിയതും രേണുകമ്മായി ആ സ്പോട്ടിൽ തന്നെ ബോധം കെട്ടങ്ങ് വീണു. ഓർക്കുന്നില്ലേ? പക്ഷെ നമ്മൾ ഇറങ്ങിയ ഉടനെ ആ ബോധക്കേട് മാറി. അപ്പൊ തന്നെ അമ്മായി എഴുന്നേറ്റ് ചടപടയെന്ന് മുറിയിലെ കുപ്പിച്ചിലുകളൊക്കെ വാരിക്കളഞ്ഞ് അവിടെ തുടച്ച് വൃത്തിയാക്കിയെന്ന അമ്മ പറയുന്നത്. പിന്നെ യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്യാൻ തന്നെ ആയിരുന്നു ശിവാനിയുടെ ഉദ്ദേശമെങ്കിൽ ഒരു വലിയ ഷോ വീട്ടിൽ കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു പന്തികേട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ലാബിലേക്ക് പോവാം. എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. നീ കയറ്, വാ. എന്തായി ഗൗതം, റിസൾട്ട് എപ്പോഴത്തേക്ക് കിട്ടും? സാധനമെല്ലാം ഭദ്രമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കുപ്പിയുടെ ചില്ലിൽ നിന്നുള്ള ലാസ്റ്റ് മോളിക്യൂൾസ് എടുത്തിട്ടായാലും പോയിസൺ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാ ലാബ് ടെക്നീഷ്യൻ പറയുന്നത്. പക്ഷേ റിസൾട്ട് വരാൻ 2-3 ദിവസം എടുക്കും. അയ്യോ, അപ്പോ ഒരു തീരുമാനം എടുക്കാൻ അത്രയും ദിവസം കാത്തിരിക്കണോ അല്ലേ? വേറെ വഴിയില്ല. റിസൾട്ട് ആയാലും ഉടനെ വിളിക്കാന്നാ പറഞ്ഞേക്കുന്നത്. നീ വാ. അത് പോയിസൺ അല്ലാന്നറിഞ്ഞാ ശിവാനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പോയിസൺ അല്ലെന്ന് നീ ഉറപ്പിച്ചോ? കഴിഞ്ഞ ഓരോ സംഭവങ്ങളും ഇപ്പൊ ഓർത്തു നോക്കുമ്പോ അവളുടെ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് പോലും ഒരു നാടകമാണോ എന്ന സംശയം ബലപ്പെടുകയാണ് ഗൗതം. പക്ഷെ എന്തിനെങ്ങനെ ഒരു നാടകം? അവള് മാറിയെന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നതിൽ ശിവാനി വിജയിച്ചു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും പ്രണവിന്റെ മനസ്സ് മാത്രമാണ് മാറാത്തത്. ഓഫീസിൽ പോയി പ്രണവിനോട് അമിത സ്നേഹവും വിനയവും അഭിനയിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ഫേക്ക് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞാൽ ആ പഴി അവന്റെ തലയിൽ വെക്കാലോ. അവൻ കാരണമാണ് ആത്മഹത്യ ചെയ്യാൻ തോന്നിയതെന്ന് വരുത്തി തീർത്താൽ അവനെ സമ്മർദ്ദത്തിലാക്കാനും പറ്റും. ഒപ്പം കുറച്ച് സെന്റിമെന്റ്സും. അതായിരിക്കണം ലക്ഷ്യമെന്ന് ചിന്തിച്ചൂടെ? നിന്റെ ചിന്ത തെറ്റല്ല. പക്ഷെ ശിവാനി ഇപ്പൊ ആശുപത്രിയില്ല. അവള് കഴിച്ചത് പോയിസൺ അല്ലെങ്കിൽ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് കൊടുക്കുവോ? ഗൗതമിന്റെ സംശയം ശരിയാ. ഇതൊരു വെറും നാടകമായിരുന്നെങ്കിൽ അതിന് പിന്നിൽ കളിച്ചത് ശിവാനി മാത്രമല്ല, ആ ഡോക്ടറും ഇതിലൊരു അഭിനേതാവാണ്. എന്ന് വെച്ചാൽ പണം കൊടുത്ത് ഡോക്ടറെ കൂടി സ്വാധീനിച്ചു എന്നല്ലേ? അതിനൊക്കെയുള്ള കഴിവ് ശിവാനിക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് സംശയിക്കേണ്ടി വരും. ഇതിനു പിന്നിൽ ശിവാനി മാത്രമല്ല,
വേറെയും ആരൊക്കെയോ ഉണ്ട്. ലാബ് റിപ്പോർട്ട് വരുന്നവരെ ഇപ്പം നമ്മൾ എങ്ങനെ പോകുന്നു അതുപോലെ തന്നെ അങ്ങ് പോയാൽ മതി. റിപ്പോർട്ട് കിട്ടി ശിവാനി കഴിച്ചത് വിഷമല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം.